തുടർച്ചയായ നാലാം ദിനവും നോട്ട് ക്ഷാമം പ്രതിസന്ധിയായി തുടർന്നു. 500 രൂപ നോട്ടുകൾ പുതുതായി ലഭ്യമാകാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കള്ളപ്പണക്കാർക്കും കള്ളനോട്ടിനുമെതിരെ മോദി സർക്കാർ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരം സർക്കാരിന് തന്നെ തിരിച്ചടിയായി മാറുന്ന സൂചനകളാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ ധീരമായ നീക്കമെന്ന രീതിയിൽ ജനം സ്വാഗതം ചെയ്ത നടപടിക്കെതിരെ പ്രതിഷേധം പതിയെ ശക്തമാകുന്നതായാണ് റിപ്പോർട്ട്. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഒറ്റയടിക്ക് പിൻവലിച്ച ശേഷം പകരം നോട്ടുകൾ വിതരണം ചെയ്യാനുള്ള സാഹചര്യമൊരുക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതായാണ് വിലയിരുത്തൽ. 1000-ന്റെ നോട്ടിനു പകരം 2000-ന്റെ നോട്ട് പുറത്തിറക്കിയെങ്കിലും 500-ന്റെ നോട്ട് ഇനിയും വിതരണം ചെയ്യാനാകാത്തതാണ് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നത്. 2000 രൂപ ലഭിച്ചവർ ഈ പണം കൊണ്ട് ഇടപാട് നടത്താനാകാതെ വലയുന്ന സ്ഥിതിയാണ്. 100-ന്റെ നോട്ടുകൾക്ക് കടുത്ത ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ 2000 രൂപ നൽകിയാൽ ബാക്കി പണം ലഭ്യമാക്കാനുള്ള പ്രായോഗിക പ്രശ്നമാണ് വില്ലനാകുന്നത്. ATM-കളിൽ സമയത്തിന് പണം നിക്ഷേപിക്കാനാകാത്തതും ആവശ്യമായ 100 രൂപ നോട്ടുകൾ ബാങ്കുകൾക്ക് ലഭ്യമാകാത്തതും ജനത്തിന് ദുരിതമായി മാറുകയാണ്. ബാങ്കുകളിലും ATM കൗണ്ടറുകൾക്ക് മുന്നിലും മണിക്കൂറുകളോളം ക്യൂ നിന്ന് പണം നേടേണ്ട സാഹചര്യം സാധാരണക്കാരെയാണ് ഏറെ പ്രതികൂലമായി ബാധിക്കുന്നത്. ചെറുകിട വ്യാപാര കേന്ദ്രങ്ങളെല്ലാം തന്നെ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ATM ക്രെഡിറ്റ് കാർഡ് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ വ്യാപാര മേഖല സ്വീകരിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ ഇടപാടുകാർ വിപണിയിൽ നിന്നും അകന്നു നിൽക്കുന്നത് തിരിച്ചടിയായി മാറുകയാണ്. പുതിയ 500 രൂപ നോട്ടുകൾ വ്യാപകമായാൽ മാത്രമേ ഇപ്പോൾ നേരിടുന്ന കടുത്ത പ്രതിസന്ധിക്ക് അയവ് വരൂ എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിരീക്ഷണം. TCV ന്യൂസ്, തൃശൂർ.